എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ അമ്മ ഇരിക്കുക എൻ്റെ മുഖത്ത് നിന്നെ ഈ വർഷം ഇങ്ങനെ പല്ല് കടിച്ചിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഞാൻ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഒരു 40-45 വയസ്സുള്ള ഒരു മുതിർന്ന പുരുഷനാണ് ഇത് വന്നിട്ട് എന്നോട് പറയുന്ന ഒരു വിദ്യാർത്ഥിയോട് ബാക്ക് സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് നിന്നെ ഈ വർഷം സ്റ്റേറ്റ് കാണിക്കൂല. ഹലോ നമസ്കാരം. നമ്മൾ ആ കൊച്ചിൻ്റെ വീഡിയോ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വെച്ചാൽ ഒരു ഡാൻസ് എന്ന് പഠിക്കുന്നത് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതല്ല. ഒരുപാട് വർഷത്തെ ട്രെയിനിങ് ആണ്. ഒരു കുട്ടിക്ക് ഒരു ഡാൻസ് കളിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഒരു നാച്ചുറലായിട്ട് ജന്മന കഴിവുണ്ടാവും. ചില കുട്ടികൾക്ക് അത് പഠിക്കാൻ പോയിട്ട് അത് പഠിച്ചെടുത്താണ് ഡാൻസ് കളിക്കുന്നത്. ചില കുട്ടികൾക്ക് നാച്ചുറലായിട്ട് അവർ കളിക്കും, പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഡാൻസൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് അവർക്ക് സ്റ്റെപ്പ് കണ്ടുപിടിച്ചാൽ അവർ അതനുസരിച്ച് സൂപ്പറായിട്ട് കളിക്കും. അത് നാച്ചുറൽ സ്കില്ലാണത്. നാച്ചുറലായിട്ട് ചിലരാണെങ്കിൽ ട്രെയിനിങ്ങിലൂടെയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് കലോത്സവത്തിൽ പോകുമ്പോൾ അവർക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു ദേഷ്യവും സഹിക്കാൻ പറ്റാത്ത ക്ഷമയൊന്നും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഉണ്ടാകുന്നത് അത് പേരൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോർമേഷനാണ്. പേരൻസിനെ കുറിച്ച് കുട്ടികൾക്ക് കൂടുതലും പറഞ്ഞ് ഉപദേശം കൊടുക്കുക. കാരണം തോൽവി ഉണ്ടാകാൻ സ്വാഭാവികമാണ്, പക്ഷെ അതിൽ നമ്മൾ മുന്നോട്ട് പോകുക. അപ്പോൾ പിന്നെ ഒരു എളിമ, ക്ഷമ, അക്സെപ്റ്റൻസ് നമ്മൾ തന്നെ മനസ്സിലാക്കുക. എത്ര നല്ല ഡാൻസ് കളിച്ചാലും അതിൽ ചില പോരായ്മകൾ പെർഫെക്റ്റ് ആകാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിൽ നിന്നും ഫസ്റ്റ് കിട്ടാതെ പോകുന്നേക്കാം. കുട്ടികളിപ്പോൾ കരഞ്ഞിട്ട് നിലവിളിച്ച് കൂവി അലറിയിട്ടൊന്നും കാര്യമില്ല. എല്ലാം അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും പിന്നെ ഒന്നും കൂടി തിരുത്തി മുന്നോട്ട് പോകുക, ശ്രമിക്കുക. അപ്പോഴാണ് അവിടെ യഥാർത്ഥ പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. ലൈഫിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ ഗുരുക്കന്മാരൊക്കെ നിന്ദിച്ചിട്ട് അവരെ ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇനിയുള്ള കലോത്സവത്തിൽ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുക. അവരെ ഡാൻസ് മാത്രം പഠിപ്പിച്ചാൽ മാത്രം പോരാ, ഒപ്പം അവർക്ക് പ്രത്യേക ട്രെയിനിങ് കോഴ്സും കൊടുക്കുക. ക്ഷമിക്കാനുള്ള മനസ്സ്, ആ കലയെ കലയായിട്ട് കണക്കാക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പ്രത്യേക കോഴ്സും കൂടെ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു നർത്തകിയ അല്ലെങ്കിൽ നർത്തകന്മാരായി മാറും. അതല്ലെങ്കിൽ കുട്ടികൾക്ക് അഹങ്കാരം ഇങ്ങനെ തലയിൽ പിടിച്ച് മുഖത്ത്